ഒരു കാലഘട്ടത്തിൽ ക്യാമ്പസ് പൊളിറ്റിക്സിനെ അറിഞ്ഞോ അറിയാതെയോ വയലൻസുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് പൊതുസമൂഹം കണ്ടിട്ടുള്ളതും പെർസീവ് ചെയ്തിട്ടുള്ളതും. ഇത്തരത്തിൽ വയലൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ക്രിയാത്മകമായ ക്യാമ്പസ് പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഇമേജുകൾ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ സാധിക്കുന്നത്? എന്നോടാണ്. തീർച്ചയായിട്ടും. ഇപ്പം മനോഹരമായ സമരശൈലികളായിരുന്നു JNUവിലുണ്ടായിരുന്നത്, രാത്രി മുഴുവൻ പാട്ടും ഇതുമായിട്ട്. അത്തരത്തിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ, വേറിട്ട രീതിയിലൂടെ നമ്മളുടെ പ്രതിഷേധങ്ങൾ യുവതലമുറ എന്ന രീതിയിൽ നമ്മൾ കാലാകാലങ്ങളെ കണ്ടുവരുന്ന സമരമുറകൾ തന്നെ വേണമോ നമ്മളും മുന്നോട്ട് കൊണ്ടുപോകാൻ, മറിച്ച് വേറെ മാറി ചിന്തിക്കേണ്ട സമരമുറകൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? ഞാൻ പഠിക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. മഹാരാജാസ് കോളേജിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. അതൊക്കെ നിൽക്കട്ടെ, ഈ ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ക്യാമ്പസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് എന്തോ ഒരു വലിയ ഒരു സ്ഫോടന സംഭവമാണെന്നുള്ള രീതിയിലാണ് കാഴ്ചപ്പാട്. മറ്റൊന്നുകൊണ്ടല്ല, പണ്ട് കാലത്ത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ പ്രണയമുണ്ടായിരുന്നു, സൗഹൃദമുണ്ടായിരുന്നു, കുറേ ആശയങ്ങളുണ്ടായിരുന്നു. പാട്ടും പറഞ്ഞ പോലെ പാട്ടും നൃത്തവും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തെരുവ് നാടകം കാഴ്ചവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മഹാരാജാസ് കോളേജ് പോലുള്ള തിരുമുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് പ്രതിഷേധം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിന് എന്താണ് തങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ന തരത്തിലുള്ള ആശയങ്ങളുമായിട്ടായിരുന്നു മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ പല ക്യാമ്പസുകളും പല സംഘടനകളും കുത്തകയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമൂഹം ഇത്ര വയലൻസ് എന്ന് തന്നെ പറയാൻ കാരണം വെച്ചാൽ ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന ഏറ്റവും വലിയ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സങ്കടം, പലപ്പോഴും സങ്കടം തോന്നുന്ന കാര്യമുണ്ട്. നമ്മളൊക്കെ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ പണ്ട് എനിക്ക് മുന്നേ നടന്ന നിരവധി നേതാക്കന്മാരല്ലെങ്കിൽ സഹാക്കന്മാരും ഒക്കെ ആശയങ്ങളുമായി പടപൊരുതുമായിരുന്നു. ഇപ്പം മുമ്പേ രേഷ്മ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ അതിനെ ചെറുത്തു നിൽക്കാം, അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ മറുപടി പറയാം, നമുക്ക് അടുത്ത ഏത് പ്രോഗ്രാം ഇടാം ക്യാമ്പസിൽ എന്ന്. ഇതിനപ്പുറം ഇന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം, അതായത് ഒരു കുത്തകയായ ക്യാമ്പസിലേക്ക് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചിലപ്പോൾ 1-2 പേരേ ഉണ്ടാവുള്ളൂ. ഇവിടെ നടക്കുന്ന എന്താ, അവനെ കുട്ടികൾ നിൽക്കെ തല്ലിപ്പൊട്ടിക്കുകയാണ്, അവൻ്റെ തലയടിച്ച് പൊട്ടിക്കുകയാണ്. മഹാരാജാസ് കോളേജിൽ തന്നെ ട്യൂബ് ലൈറ്റ് വെച്ചിട്ടാണ് ഒരു വിദ്യാർത്ഥി, ഞാൻ പറയുന്നില്ല ഇപ്പം എല്ലാ പ്രസ്ഥാനത്തിലും നിൽക്കുന്നവരുണ്ട്, ആരെയും കുറ്റപ്പെടുത്തുമല്ല, പൊതുവായിട്ടൊരു ആശയമാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഭാഗത്ത് നിൽക്കുന്ന ആളെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുക. ഇത് നോക്കുമ്പോൾ എന്താ, അവിടെ ഒരു വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടുകാരനാണ് എന്നല്ല അവിടെ നോക്കുന്നത്, കൊടിയുടെ നിറം നോക്കിയാണ് അവനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മാനേജ്മെൻറ്റ് ഇടപെടുന്നു. ഇവിടെ നഷ്ടപ്പെടുന്നത് നല്ലൊരു ക്യാമ്പസാണ്, അല്ലെങ്കിൽ നല്ല വിദ്യാർത്ഥി സമൂഹത്തെയാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ ഹൈക്കോടതി ഉത്തരവ് വരുന്നു. ഇത് എല്ലാവർക്കും, ഒരു പാർട്ടിക്ക് മാത്രമല്ല, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മാത്രം നഷ്ടപ്പെടുന്ന കാര്യമല്ല, എല്ലാവർക്കും ഒരുപോലെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ശബ്ദമാവേണ്ട വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. ഇപ്പം കുറേ ലിമിറ്റേഷൻസ് ആയി. ഇങ്ങനെ ഒരു ഉത്തരവ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പല കോളേജുകളും ഓട്ടോണമസ് ആയി. മഹാരാജാസ് കോളേജ് ഇപ്പോൾ ഓട്ടോണമസ് ആണ്. ഇപ്പോൾ അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം, 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല. ക്ലാസ് നടക്കുന്ന സമയത്ത് ക്യാമ്പയിനുമായിട്ട് ചെല്ലാൻ പറ്റില്ല. നമ്മളെ ഇറക്കി വിടുകയാണ്. നമ്മുടെ കൂടെ കുറച്ച് പേര് ഈ വിഷയത്തിൽ പ്രതികരിച്ച് വന്നാൽ അവർക്ക് ആബ്സെൻസ് കൊടുക്കുകയാണ്, ആ പീരീഡ് അറ്റൻഡൻസ് ഇല്ല. അപ്പം തികച്ചും വിദ്യാർത്ഥി രാഷ്ട്രീയം ക്യാമ്പസിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാരണം അക്രമത്തിന് അതീതമായിട്ട് നല്ല ആശയത്തോട് പടപൊരുതുന്ന നിരവധി നേതാക്കന്മാർ ഇപ്പം നമുക്ക് മുന്നേ നടന്നു പോയിട്ടുണ്ട്. അവരുടെ ഒരു ചിന്താഗതിയിലൂടെയൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കണം. കാരണം ഒന്നും അറിയാതെ വരുന്ന കുട്ടികളുടെ മുന്നിൽ ചോരപ്പുഴ ഒഴുകുക എന്ന് പറഞ്ഞാൽ തികച്ചും എല്ലാവരുടെയും കണ്ണു നനയ്ക്കുന്ന കാര്യമാണ്. ശത്രുവല്ല, അവനും നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥിയാണ്, നമ്മുടെ കൂട്ടുകാരനാണ് എന്നത് ഒരു ബോധം ആരുടെയും മനസ്സിലില്ല. എങ്ങനെ ഒരാളെ അടിച്ചമർത്താം എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിന്ത. അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെൻറ്റ് ഇടപെടുന്നു, ഇവിടെ രാഷ്ട്രീയം ഇല്ലാതാവുന്നു. മാനേജ്മെൻറ്റ് ഇടപെടലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഓട്ടോണമസ് സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ പല കുട്ടികളും, അല്ലെങ്കിൽ നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്തുള്ള പല കുട്ടികളും പറയുന്ന ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, ഓട്ടോണമസ് ആണ്, ഇൻറ്റേർണൽസ് ആണ്, ടീച്ചറിൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മുടെ മാർക്ക് മൊത്തം നിൽക്കുന്നത്, പാസ് ഔട്ട് ആയിട്ട് പുറത്തെത്തണമെങ്കിൽ പറ്റില്ല ചേച്ചി ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും ഒരു ചെറിയ ഒരു പെർസെൻറ്റേജോ അല്ലെങ്കിൽ അത്ര ചെറുതല്ലാത്തൊരു ശതമാനം ആൾക്കാരെങ്കിലും തങ്ങളുടെ അഭിപ്രായം ഈ കോഴ്സ് ഒന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മിണ്ടാതെ വയ്ക്കുന്നുണ്ട്. ഇപ്പം ഇത്തരത്തിൽ എല്ലാ പവറുകളും ഒരു സൈഡിലേക്ക് മാത്രം വന്ന് എത്തുമ്പോൾ ഒരു ഡെമോക്രസിയിൽ ആവശ്യമുള്ള ഒരു തരം ബാലൻസ് ഉണ്ടല്ലോ, നമ്മൾ പറയാം എല്ലാ തൂണുകളും നിൽക്കുന്ന ഒരു ബാലൻസിലാണല്ലോ, ആ ബാലൻസ് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഓട്ടോണമസ് കോളേജുകൾ ഇപ്പോഴത്തെ വിഷയം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകൾ ആരംഭിക്കുന്ന സമയത്ത്
ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. അത് കേരളത്തിനകത്ത് നടപ്പിലാക്കുന്ന സമയത്ത് ക്യാമ്പസുകൾക്കകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് SFIയെ സംബന്ധിച്ച് നല്ല ധാരണയോടുകൂടി ഓട്ടോണമസ് കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ കേരളത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇന്ന് ഓട്ടോണമസ് കോളേജുകൾ കേരളത്തിനകത്തുണ്ട്, അതിനകത്ത് വിഷയങ്ങളുണ്ട്. പക്ഷേ അതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ ഏതേത് അപകടം പതിയിരിക്കുന്ന ഏത് അതിരുകളില്ലാത്ത മതിൽക്കെട്ടുകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന ഇടങ്ങളിലായാൽ പോലും നമ്മുടെ മനസ്സിനകത്ത് അത് പ്രാക്ടിക്കൽ അല്ല, ഞാൻ പറയുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ല. ഏതേത് സാഹചര്യത്തിലും നമുക്ക് അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ അതിന് ഒരു പണ്ടത്തേക്കാൾ എക്സ്ട്രാ ആർജവം, പണ്ടത്തെ കൂടുതൽ ഒരു ആർജവം ഓരോ വിദ്യാർത്ഥിനിയും കാണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സാഹചര്യങ്ങൾ മാറി മാറി വരികയാണ്. ഇപ്പൊ 1970-കളിലെ ക്യാമ്പസുകളിൽ നിന്ന് നല്ല വ്യത്യാസം ഇപ്പൊ 2018 നിൽക്കുമ്പോഴുണ്ട്. അങ്ങനെ കാലം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ക്യാമ്പസുകൾ മാറുകയാണ്. ഒരു കാലത്ത് ഇങ്ങനെയുള്ള സ്വാശ്രയ മാനേജ്മെന്റുകളൊന്നും കൂടുതൽ ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് ഓട്ടോണമസ് കോളേജുകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ മാറി വരികയാണ്. ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സംഘടനാ പ്രവർത്തനം, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നമ്മൾ ചിട്ടപ്പെടുത്തി എങ്ങനെയാണ് പുതിയ കാലത്തെ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് നമ്മൾ ഇതിനുള്ളിലും സംഘടനാ പ്രവർത്തകർ തമ്മിലും ഉള്ളിലും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളിലും ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ് നവീകരിക്കപ്പെടേണ്ടത്, നമ്മുടെ സമരരീതികൾ എങ്ങനെ പുതിയ കാലത്തോട് സംവദിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റണം എന്നെല്ലാമുള്ള വിശാലമായിട്ടുള്ള ആലോചനകൾ സംഘടനകൾക്കകത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് ഞങ്ങളുടെ എല്ലാം പ്രവർത്തന രീതികൾ രാജ്യത്താകമാനം SFI മാറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. JNU മുതൽ HCU മുതൽ പോണ്ടിച്ചേരി മുതൽ അങ്ങനെ രാജ്യത്താകമാനമുള്ള കലാലയങ്ങൾക്കകത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.